അനീഷിന് ഇനി വെറുതെ ഒരു ഹോപ്പ് കൊടുക്കണ്ട എന്ന് ലക്ഷ്മിയുടെ അനുമോളുടെ അടുത്തായിട്ട് തുറന്ന് പറയുന്നുണ്ട്. ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ അനുമോളുടെ അടുത്തായിട്ട് ലക്ഷ്മി പറയും, അനീഷേട്ടൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം സീരിയസ് ആയിട്ടാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്റെ അടുത്ത് പറയുകയുണ്ടായി ഞാൻ എല്ലാം പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇനി വെറുതെ ഒരു ഹോപ്പ് കൊടുക്കണ്ട. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു ഹോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വെയിറ്റ് ചെയ്യും. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അനീഷേട്ടനുമായിട്ട് സംസാരിക്കാറ് പോലുമില്ല. ചോറായോ കറിയായോ എന്നെല്ലാം ചോദിക്കാന്നല്ലാതെ വേറെ രീതിക്കൊന്നും ഞാൻ സംസാരിക്കാറില്ല. ആദിലയും നൂറയും എന്നോട് ഇതേപ്പറ്റി സംസാരിക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് പറഞ്ഞോളാം. കാരണം ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഗെയിമിനെ തന്നെ ബാധിക്കും. ഇപ്പോൾ എന്തായാലും ആള് നല്ല ഹാപ്പിയാണ് എന്നെല്ലാം അനുമോളാണ് ലക്ഷ്മിയുടെ അടുത്തായിട്ട് തുറന്ന് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറയും, പുള്ളി തന്നെ എന്റെ അടുത്ത് പല തവണകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോ വന്ന് കയറിയ പോലത്തെ ഒരാളല്ല എന്ന്. പക്ഷേ ഈ ഒരു മാറ്റം അനീഷേട്ടന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ പോവാനാണ് അനീഷേട്ടന്റെ തീരുമാനം. എന്തായാലും ഇനി നീയായിട്ടൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പുള്ളിയെ വിഷമിപ്പിക്കണ്ട. എന്നാലും ലക്ഷ്മിയാണ് അനുവിന്റെ അടുത്തായിട്ട് പറയും. എന്തായാലും അനുമോൾ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ അനീഷേട്ടനാണെങ്കിൽ നല്ല ഹാപ്പിയാണ്, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നു. വെറുതെ നടക്കുമ്പോൾ പോലും അനീഷേട്ടൻ വെറുതെ ചിരിക്കുകയാണ്. ആളിപ്പോൾ അത്രമാത്രം ഹാപ്പിയാണ്. അനീഷേട്ടന്റെ ഗെയിം എന്തായത് എന്നെല്ലാം എനിക്ക് പുറത്തിറങ്ങിയാലേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ആദ്യം വന്ന പോലെയല്ല ഇപ്പോൾ ആളുടെ ഒരു പെരുമാറ്റം. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നെല്ലാം അനുമോൾ അവിടെ ലക്ഷ്മിയുടെ അടുത്തായിട്ട് തുറന്ന് പറയുന്നുണ്ട്. എന്തായാലും അനീഷും ഇപ്പോൾ വൈബായിട്ടുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.